ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക ദിനത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും ജനുവരി 26-ാം തീയതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ വാർഷിക ദിനം ആചരിക്കുന്നത്. പാണ്ഡ്യംപാറ ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രമാണ്. ചങ്ങനാശ്ശേരിയിലാണ് ഈ അമ്പലം. പ്രതിഷ്ഠാ വാർഷിക ദിനത്തിൽ എല്ലാ ബന്ധുജനങ്ങളും ഒത്തുചേരും. അല്ലാതെ മലയാള മാസം 1-ാം തീയതിയും വളരെ പ്രധാനപ്പെട്ട ഓണം, വിഷു തുടങ്ങിയ ദിവസങ്ങളിലും അമ്പലം തുറക്കുന്ന പതിവുണ്ട്. പ്രതിഷ്ഠാ വാർഷിക ദിനത്തിൽ ദൂരെയുള്ള ബന്ധുക്കൾ ഉൾപ്പെടെ എല്ലാവരും വന്നു ചേർന്ന് വളരെ ഭക്തിപൂർവമായിട്ടാണ് ഇത് ആചരിക്കുന്നത്. प्रत्यक्ष कुंजध्रुवं राधा माधवयोर्जयन् यमुना प्रत्यक्ष कुंजध्रुवं राधा माधवयोर्जयन् यमुना कुले അങ്ങനെ സോപാന സംഗീതത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ അകമ്പടിയോടെ വളരെ മനോഹരമായ ദീപാരാധന കണ്ടു തൊഴുതു. ദേവിയെ നല്ല ഭംഗിയായിട്ട് സുന്ദരിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം കണ്ട് നല്ല നിർവൃതി അടഞ്ഞ് എല്ലാവരും തൊഴുതു. അതിനുശേഷം ദേവിക്ക് മുമ്പിൽ പറ സമർപ്പിക്കുന്ന ചടങ്ങായിരുന്നു. എല്ലാ കുടുംബാംഗങ്ങളും പറ സമർപ്പിക്കും. അങ്ങനെ നെൽപ്പറ ആണ് സമർപ്പിക്കുന്നത്.
അങ്ങനെ ഞാനും അവിടെ നെൽപ്പറ സമർപ്പിക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം പിന്നീട് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവിടെ ദേവീ ക്ഷേത്രത്തിലെ വരവ് ചിലവ് കണക്കുകളും അതിൻ്റെ പുനരുദ്ധാരണത്തെക്കുറിച്ചുമൊക്കെ അവിടുത്തെ സെക്രട്ടറി സംസാരിച്ചു. പിന്നീട് വന്ന എല്ലാ ബന്ധുജനങ്ങൾക്കും അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ക്ഷേത്രത്തിൽ നിന്നും പോയത്. എല്ലാവർക്കും വളരെ സന്തോഷം തോന്നുന്ന ഒരു അനുഭവമായിരുന്നു നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ചടങ്ങുകൾ. നമ്മളിപ്പോൾ ഒരുപാട് അമ്പലങ്ങളിൽ പോയി തൊഴുതാലും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഏത് അമ്പലങ്ങളിൽ പോയാലും കുടുംബക്ഷേത്രത്തിൽ പോയാൽ മാത്രമേ അതിനൊരു പുണ്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അവരവരുടെ കുടുംബക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്ത് അവിടുത്തെ അമ്മയ്ക്ക് എന്തെല്ലാം ആവശ്യം ഉണ്ടോ അതെല്ലാം നടത്തിയതിന് ശേഷം വേണം നമ്മൾ വേറെ വലിയ അമ്പലങ്ങളിലേക്ക് പോകാനെന്നാണ് പറയുന്നത്. അതുപോലെ ഇപ്രാവശ്യത്തെ അമ്മയുടെ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് അമ്മയുടെ പൂജയിലെല്ലാം പങ്കെടുക്കാനും അവിടെ എത്തിച്ചേരാനും എനിക്ക് കഴിഞ്ഞു. എല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നടന്നതായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇനി അടുത്ത വർഷവും ഇതുപോലെ തന്നെ അമ്മയുടെ പ്രതിഷ്ഠാ വാർഷിക ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അനുഗ്രഹം തരട്ടെ എന്നും ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. എല്ലാ ബന്ധുജനങ്ങളെയും കാണാൻ കഴിഞ്ഞു. വളരെ നല്ലൊരു ദിവസമായിരുന്നു ഇപ്രാവശ്യത്തെ അമ്മയുടെ പ്രതിഷ്ഠാ വാർഷിക ചടങ്ങ്. അതുപോലെ അമ്പലമൊക്കെ വളരെ മനോഹരമായി പൂവുകൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം വളരെ സന്തോഷം തരുന്ന കാഴ്ചകളായിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ എല്ലാം കൊണ്ടും മനസ്സ് നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു ഈ വർഷത്തെ കുടുംബക്ഷേത്രത്തിൽ നടന്ന പ്രതിഷ്ഠാ വാർഷിക ചടങ്ങ്. എല്ലാത്തിനും അമ്മയുടെ അനുഗ്രഹം ലഭിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അമ്മയെ ശരണം, ദേവീ ശരണം.